നമസ്കാരം. ഷിഫ്റ്റിംഗ് ഓർബിറ്റ്സ് ഫൗണ്ടേഷന്റെ കൊഹോട്ട് എൻറോൾമെന്റ് പ്രോസസ്സിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, എന്തിനാണ് ഓരോ ഘട്ടവും ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ ലക്ഷ്യമെന്താണെന്ന് പറയും, പിന്നെ എങ്ങനെയാണ് കുടുംബങ്ങളെ കണ്ടെത്തുന്നത്, ഇന്റർവ്യൂ ഘട്ടങ്ങൾ, സ്ക്രീനിംഗ് റൂബ്രിക് എന്ന ടൂളിന്റെ ഉപയോഗം, പിന്നെ എൻറോൾമെന്റ് എങ്ങനെ പൂർത്തിയാക്കുന്നു, അവസാനം ഒരു ചെറിയ അറിവ് പരിശോധനയും. നമുക്ക് തുടങ്ങാം, അല്ലേ? ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിത്തറ എന്താണെന്ന് നോക്കാം. അതായത്, നമ്മൾ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, എന്തിനാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഈ ഒരു വാചകത്തിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആത്മാവ് കിടക്കുന്നത്. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുവേണ്ട അറിവോ സമയമോ പണമോ കയ്യിലില്ലാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട്. ആ ഒരു വിടവ് നികത്താനാണ് SOF ശ്രമിക്കുന്നത്. ശരി, അപ്പോൾ ഈ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ശരിയായ കുടുംബങ്ങളെ കണ്ടെത്തുന്നത്? നമ്മുടെ തിരച്ചിൽ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് നോക്കാം. നിങ്ങളുടെ റോൾ ശരിക്കും തുടങ്ങുന്നത് ഈ 4 ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യം നമ്മൾ കമ്മ്യൂണിറ്റി സന്ദർശിക്കണം, അവിടെയുള്ള NGOകളുമായും സ്കൂളുകളുമായും സംസാരിക്കണം. അതിനുശേഷം മാതാപിതാക്കൾക്കായി ഒരു ഓറിയന്റേഷൻ നടത്തും. എന്നിട്ടാണ് നമ്മൾ നോമിനേഷൻ ഫോമുകൾ ശേഖരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ കാണുന്ന നോമിനേഷൻ ഫോം കണ്ടാൽ വളരെ ലളിതമാണെന്ന് തോന്നും, അല്ലേ? പക്ഷെ ഓരോ കുടുംബത്തിന്റെയും വ്യക്തിപരമായ യാത്ര തുടങ്ങുന്നത് ഈ ഒരു ഫോമിൽ നിന്നാണ്. ഏറ്റവും അടിസ്ഥാനപരമായ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നത് ഇതിലൂടെയാണ്. ഇവിടെ ഒരു ചോദ്യം വരാം, എന്തിനാണ് തുടക്കത്തിലെ ചിലരെ ഒഴിവാക്കുന്നതെന്ന്? അതിന്റെ കാരണം വളരെ പ്രധാനമാണ്. ചില സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് കടുത്ത ഗാർഹിക പീഡനമുള്ള വീടുകളിലോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട പിന്തുണ കൊടുക്കാൻ പറ്റാത്തത്ര പഠനവൈകല്യമുള്ള കുട്ടികളെയോ നമ്മൾ തിരഞ്ഞെടുക്കാറില്ല. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുടുംബങ്ങൾക്ക് ഏറ്റവും മികച്ച പിന്തുണ നൽകാൻ നമുക്ക് കഴിയണം. അതിനാണ് ഈ ആദ്യഘട്ട സ്ക്രീനിംഗ്. ഇനി നമ്മൾ വരുന്നത് ഈ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വ്യക്തിപരമായൊരു ഭാഗത്തേക്കാണ്. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന ഇന്റർവ്യൂ. ഇതൊരു 3 റൗണ്ടുകളായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും. രണ്ടാമത്തെ റൗണ്ടിൽ അവരോട് നമ്മുടെ സെന്ററിലേക്ക് വരാൻ പറയും. മൂന്നാമത്തേതും അവസാനത്തേതുമായ റൗണ്ടിൽ നമ്മൾ വീണ്ടും വീട്ടിൽ പോയി എൻറോൾമെന്റ് ഫോം പൂർത്തിയാക്കും. ഓരോ കുടുംബത്തെക്കുറിച്ചും വ്യക്തമായൊരു ചിത്രം കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ 2ാം റൗണ്ടിൽ നമ്മൾ എന്തിനാണ് അവരെ സെന്ററിലേക്ക് വിളിപ്പിക്കുന്നത് എന്നതിന്റെ കാരണം ഇതാണ്. കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി എത്രത്തോളം സമയം ചിലവഴിക്കാൻ, എത്രത്തോളം കഷ്ടപ്പെടാൻ ആ മാതാപിതാക്കൾ തയ്യാറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ സെന്റർ വിസിറ്റ് സഹായിക്കും. അവരുടെ പ്രതിബദ്ധത അളക്കാനുള്ളൊരു മാർഗം കൂടിയാണിത്. അപ്പോൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇത്രയും വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ന്യായമായ ഒരു തീരുമാനമെടുക്കുക? തോന്നുന്ന പോലെ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. അവിടെയാണ് സ്ക്രീനിംഗ് റൂബ്രിക് എന്ന ടൂൾ വരുന്നത്. ഈ സ്ക്രീനിംഗ് റൂബ്രിക് എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് ഇതൊരു സ്കോറിംഗ് ടൂളാണ്. നമ്മൾ സംസാരിച്ച കാര്യങ്ങളും നിരീക്ഷിച്ച കാര്യങ്ങളുമെല്ലാം വെച്ച് ഓരോ കുടുംബത്തിനും ചില പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സ്കോർ നൽകും. ഇത് നമ്മുടെ തീരുമാനങ്ങൾ കൂടുതൽ കൃത്യവും വസ്തുനിഷ്ഠവുമാക്കാൻ സഹായിക്കും. നമുക്ക് ഈ റൂബ്രിക് ഒന്ന് ജാസിയായി നോക്കാം. ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് വെച്ചാൽ, ഓരോ വിലയിരുത്തലിനും ഒരേപോലൊരു ചട്ടക്കൂട് ഇത് നൽകുന്നു. ഇത് നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളോ പക്ഷപാതങ്ങളോ ഒഴിവാക്കി ഏറ്റവും അർഹരായവരെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ തമ്മിൽ വേർതിരിച്ചു കാണണം. ഒന്ന്, കുട്ടിയുടെ കഴിവ്, അതായത് പഠനം പൂർത്തിയാക്കാനുള്ള അവരുടെ കപ്പാസിറ്റി. മറ്റൊന്ന്, അവരുടെ താൽപ്പര്യം, അതായത് പഠിക്കാനും മുന്നോട്ടു പോകാനുമുള്ള അവരുടെ ആഗ്രഹം. രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്, പക്ഷേ രണ്ടും രണ്ടാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ റൂബ്രിക്കിൽ ചില റെഡ് ലൈനുകളുണ്ട്. അതായത് ഒരു കാരണവശാലും പറ്റില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഗാർഹിക പീഡനം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ശത്രുതാപരമായ മനോഭാവം. ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ മൊത്തം സ്കോർ എത്ര ഉയർന്നതാണെങ്കിലും നമ്മൾ അവരെ തിരഞ്ഞെടുക്കില്ല. ശരി, അപ്പോ സ്ക്രീനിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു കുടുംബത്തെ തെരഞ്ഞെടുത്തു. അതോട് കഴിഞ്ഞോ? ഇല്ല. അടുത്ത സ്റ്റെപ്പ് ഈ ദീർഘകാല പങ്കാളിത്തത്തിന് ഒരു ഔദ്യോഗിക രൂപം നൽകുക എന്നതാണ്. വെറുതെ തെരഞ്ഞെടുക്കുകയല്ല, നമ്മൾ കുറച്ച് രേഖകളിലൂടെ ഈ ഒരു ബന്ധം ഉറപ്പിക്കും. സ്കൂൾ റെക്കോർഡുകൾ പരിശോധിക്കാനും ഫോട്ടോകൾ ഉപയോഗിക്കാനുമുള്ള അനുമതി, പിന്നെ ഇരു കൂട്ടരുടെയും ഉത്തരവാദിത്തങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ഉടമ്പടി. ഇതെല്ലാം ഈ യാത്ര സുതാര്യമായി മുന്നോട്ടു പോകാൻ അത്യാവശ്യമാണ്. അങ്ങനെ ഈ കാണുന്ന കോഹോട്ട് എൻറോൾമെന്റ് മാസ്റ്റർ ഷീറ്റിൽ ആ കുട്ടിയുടെ പേര് ചേർക്കുന്നതോടെയാണ് ഈ മുഴുവൻ പ്രക്രിയയും പൂർത്തിയാകുന്നത്. ആ കുട്ടിയുടെ SOFനൊപ്പമുള്ള യാത്രയുടെ ഔദ്യോഗികമായ തുടക്കം ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ നോളജ് ചെക്ക് നടത്തിയാലോ? വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഒന്നുകൂടി ഓർത്തെടുക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്:
ഓർക്കുന്നുണ്ടോ നമ്മൾ റെഡ് ലൈനുകളെപ്പറ്റി പറഞ്ഞത്? ഏത് രക്ഷകർത്താവിന്റെ കാര്യത്തിലാണ് നിസ്സംഗത പോലും ഒരു അയോഗ്യതയായി കണക്കാക്കുന്നത്? അതെ, ഉത്തരം അമ്മയുടെ പങ്കാളിത്തമാണ്. നമ്മുടെ പ്രക്രിയയിൽ അമ്മയുടെ സജീവമായ പങ്കാളിത്തത്തിന് നമ്മൾ വളരെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ടുതന്നെ അമ്മയുടെ ഭാഗത്തുനിന്നുള്ള ഒരു നിസ്സംഗത പോലും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു കുട്ടിയെ ഔദ്യോഗികമായി SOFന്റെ ഭാഗമാക്കുന്ന ഈ റിക്രൂട്ട്മെന്റിലെ അവസാനത്തെ പടി എന്താണ്? കൃത്യം, ആ മാസ്റ്റർ ഷീറ്റിലെ ബെനിഫിഷ്യറി മാസ്റ്റർ ടാബിൽ വിദ്യാർത്ഥിയുടെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അവസാനത്തെ സ്റ്റെപ്പ്. അതോടുകൂടി ആ കുട്ടി ഔദ്യോഗികമായി നമ്മളുടെ കോഹോട്ടിന്റെ ഭാഗമാകും. അപ്പോൾ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജോലി വെറുമൊരു ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്യലല്ല, മറിച്ച് ഓരോ സ്റ്റെപ്പിനും പിന്നിലെ എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ദീർഘകാലത്തേക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ശരിയായ കുടുംബങ്ങളെ കണ്ടെത്താനും അവർക്ക് വേണ്ട പിന്തുണ നൽകാനും സാധിക്കുകയുള്ളൂ. ഇതാണ് ഈ മുഴുവൻ പ്രക്രിയയുടെയും കാതൽ.